വർഷങ്ങൾക്കപ്പുറത്ത് 2013 നവംബർ 15 വിളക്കന്നൂരിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടന്നു. ആ സമയത്ത് ഞാൻ വയാട്ടുപറമ്പ് പ്രധാനപ്പള്ളിയിൽ, എൻ്റെ പഴയ പള്ളിയിലുണ്ടായിരുന്നു. അത് പള്ളി വെഞ്ചിരിപ്പ് സ്റ്റേഷൻ പള്ളിയുടെ വെഞ്ചിരിപ്പ് പ്രമാണിച്ച് അവിടെ പോയി ഇവിടെ കണ്ടു. അപ്പോൾ ആളുകൾ പറഞ്ഞു കേട്ടു, വിളക്കന്നൂർ, എൻ്റെ സമീപ ഇടവയാണ് വിളക്കന്നൂര്, അവിടെ വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ, പ്രത്യേകിച്ച് രോഗാശന പ്രാർത്ഥന നടത്തിയപ്പോൾ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെയപ്പോൾ തിരുവോസ്തിയിൽ ഈശോയുടെ പ്രതിച്ഛായ സാവകാശത്തിൽ കണ്ടു. അതുകൊണ്ട് അച്ഛന്, പതിക്കലച്ഛനാണ് വികാരി അച്ഛൻ, പെട്ടെന്ന് ഈ പ്രതിച്ഛായ കണ്ടപ്പോൾ സൂക്ഷിച്ചു നോക്കിയത് എന്താ. അടുത്തുനിന്ന് അർത്താര ശുശ്രൂഷയെ കാണിച്ചു കൊടുത്തു. ഏതായാലും ആ തിരുവോസ്തി, ദിവ്യകാരുണ്യ ഓസ്തിയെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ആളുകളെല്ലാവരും ഇതറിഞ്ഞു. കുർബാന കഴിഞ്ഞപ്പോൾ ആളുകൾ, അടുത്ത സമീപ പ്രദേശങ്ങളൊക്കെ ആളുകൾ അത്ഭുതമായി ഭവിച്ച ആ തിരുവോസ്തി കാണാനായിട്ട് എത്തുകയാണ്. ഒത്തിരി ആളുകളുടെ വന്നപ്പോൾ ഞാൻ ഒരു അച്ഛനോട് നമുക്കൊന്ന് പോയി കണ്ടിടയാണ്. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ ഇടപെട്ട് വിശുദ്ധ ദിവ്യകാരുണ്യം ഒന്ന് കയ്യിലെടുത്ത് കാണിക്കും. ആളുകൾ രണ്ട് ലൈനായിട്ട് വന്ന് കാണുക. അപ്പോൾ ഞാനും അച്ഛനൊക്കെ ആ കൂടുതൽ അച്ഛനെ എടുത്ത് കാണിച്ചപ്പോൾ കാണുകയുണ്ടായി. അരമണിക്കൂർ കഴിഞ്ഞ ഞാൻ പറഞ്ഞു, മുദ്രാപ്പലത്തായി അറിയിച്ചേക്കാൻ പറഞ്ഞു. എനിക്ക് വലിയവരുടെ പിതാവിനെ അത് അറിയിച്ചു. കഴിഞ്ഞ് തിരക്ക് കൂടി കഴിഞ്ഞപ്പോൾ ഉച്ചയോടുകൂടി അതിനെ കാണിക്കുന്നത് നിർത്തി. പിന്നെ ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ അവർ കാണിച്ചു. ഇത് കഴിഞ്ഞിട്ട് ആ വിശുദ്ധ കുർബാന തലശ്ശേരി അരമനയിലേക്ക് കൊണ്ടുപോയി. കുറേ നാൾ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും റോമിലേക്ക് കൊടുത്തയച്ചു. ഇതേപ്പറ്റി ഗവേഷണം നടത്താനായിട്ട്. റോമിൽ അതേപ്പറ്റി ശാസ്ത്രീയമായിട്ട് ഗവേഷണം നടത്തിയിട്ടാണ് ദിവ്യകാരുണ്യ അത്ഭുതമാണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടത്. സഭ പെട്ടെന്ന് ഒന്നും അതേപ്പറ്റി അഭിപ്രായം പറയുകയില്ല. 2013 ഈ സംഭവം നടന്നത്. 2025 അപ്പോൾ അത് ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് റോമിൽ നിന്നും അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മുടെ മെത്രാപ്പൊലീത്ത അവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്. പപ്പായുടെ പ്രതിനിധിയും വരുമെന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് കേടുകൂടാതെ ആ ദിവ്യകാരുണ്യം ആ പ്രതിച്ഛായോടുകൂടി ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഈശോയുടെ തിരുമുഖമാണ് അതിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പലയിടത്തും കാണാറുണ്ട്. നമ്മുടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുന്നത് ആളുകൾക്ക് അടയാളമായിട്ടാണ്. ഇങ്ങനെ ചരിത്രത്തില് പല സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുകയാണ്. അതാണ് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതം. ഇന്നത്തെ വചനത്തില് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ ശിഷ്യന്മാരെ വിളിക്കുന്നതിന് മുമ്പ് അവർ ഗലീലി കടലില് മത്സ്യം പിടിക്കുന്നവരായിരുന്നു, മീൻപിടുത്തക്കാര്. അപ്പോൾ യേശു വിളിച്ചു, എന്നെ അനുഗമിക്കുക. അപ്പോൾ അവർ വലയും മീൻപിടുത്തവും മാതാപിതാക്കളോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയവരാണ് ശിഷ്യന്മാര്. അപ്പോൾ അവരുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ശിമിയോൻ പത്രോസ് നേതാവ്. രണ്ടാമതായിട്ട് താമ എന്ന് വിളിക്കുന്ന തോമസ്.
പിന്നെ നഥാനയേലിനെ പറ്റിയാണ് കളങ്കമില്ലാത്ത ചെറുപ്പക്കാരൻ എന്ന് ബൈബിളിൽ പറയുന്നത്. നഥാനയേൽ സബദേപുത്രന്മാരായ ചേട്ടനായ യാക്കോബ് അനിയൻ യോഹന്നാനാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇവിടെ രേഖപ്പെടുത്തിയത് യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് യോഹന്നാൻ തന്നെ പറ്റി തന്നെ ഇവിടെ പറയുന്നത്. വേറെ 2 ശിഷ്യന്മാർ അവരുടെ പേര് പറയുന്നില്ല. ഇത്രയും പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവര് രാത്രി മുഴുവനും പണിയെടുത്തിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ളത്. ഒരു മത്സ്യം പിടിക്കുകയായിരുന്നു രാത്രി മുഴുവനും. ഒരു വല വീശാനായിട്ട് പരിചയമുള്ളവരാണ്, മീൻ പിടിക്കുന്നവരാണ്. ഈ കടത്തീരത്ത് ചെന്ന് കഴിഞ്ഞാൽ ശരിയിലോ അവിടെയൊക്കെ കടത്തീരത്ത് ചെന്ന് കഴിഞ്ഞാൽ മത്സ്യം പിടിക്കുന്നുണ്ട്, മുക്കുവന്മാരുണ്ട്. അവർക്കറിയായി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. വള്ളത്തിൽ പോയി മത്സ്യം പിടിക്കുന്നത്, വല ഇറക്കുന്നത് എല്ലാവർക്കും നല്ല നിശ്ചയമാണ്. അപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. യേശു രാത്രിയുടെ യാമത്തിൽ പ്രത്യക്ഷപ്പെടുക. യേശുവിനെ അവരെ കാണുകയാണ്. അപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അപ്പോൾ ഒന്നും കിട്ടിയില്ല കർത്താവേ എന്ന് മറുപടി പറയുകയാണ്. യോഹന്നാന് പെട്ടെന്ന് ആളെ പിടികിട്ടി. പത്രോസിന് അത്ര പെട്ടെന്ന് കിട്ടിയില്ല. യോഹന്നാൻ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കിട്ടിയത്. കർത്താവാണെന്ന് പറഞ്ഞപ്പോഴാണ് പത്രോസ് വെള്ളത്തിലേക്ക് ചാടിയെന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അവര് രാത്രി മുഴുവനും തങ്ങളുടെ സ്വന്തം പരിശ്രമം കൊണ്ടൊന്നും കിട്ടിയില്ല. ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശീലിക്കേണ്ടത് സ്വന്തം കഴിവുകൊണ്ട് നേടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചതുകൊണ്ട്. വ്യക്തിയുടെ അധ്വാനം പ്രധാനപ്പെട്ടതാണ്. വ്യക്തിയുടെ അധ്വാനത്തോടു കൂടി ദൈവത്തിന്റെ കൃപ പ്രവർത്തിച്ചത് കൊണ്ടാണ് വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക. ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടുകയാണെന്ന് വിചാരിക്കുക, ഇല്ല ഫുൾ A+. ഒത്തിരി പിള്ളേർ ഫുൾ A+കാരുണ്ട്. ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയെ അഹങ്കരിക്കൊന്നും വേണ്ട, എൻ്റെ കഴിവുകൊണ്ട് കിട്ടി എന്നുള്ളത്. എൻ്റെ കഴിവുകൊണ്ട് ഇപ്പം ഞാൻ പഠിച്ചു, എല്ലാം വേണ്ട രീതിയിൽ എഴുതാനായിട്ട് ദൈവം എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. എനിക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു. അത് മാർക്കിട്ട അധ്യാപകർ ഉചിതമായ രീതിയിൽ നോക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ടായിരിക്കും മാർക്ക് കിട്ടിയത്. അവരെന്തെങ്കിലും പശു കാണിച്ചാൽ ഉറങ്ങിക്കൊണ്ടാക്കിയതിൻ്റെ കിട്ടിയല്ല. ഒത്തിരി കാര്യങ്ങൾ വരുമ്പോഴാണ് സമ്മാനിതരാകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായം 70 വചനങ്ങളിൽ പരിപാലിച്ചു വഴി നടത്തുന്ന കർത്താവിനെ പറ്റിയാണ് പറയുന്നത്. പരിപാലിച്ചു വഴി നടത്തുന്ന കർത്താവ്. അത് 49:1-2 ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. വചനം പ്രഘോഷിക്കാനായിട്ട് മൂർച്ചയുള്ള വാള് പോലെ എൻ്റെ നാവിനെ ആക്കി. നമുക്കെല്ലാവർക്കും നാവ് തന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പ്രവാചകനെ തെരഞ്ഞെടുത്ത് ഉദരത്തിൽ വെച്ച് തന്നെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ നാമകരണം ചെയ്ത് എൻ്റെ നാവിനെ മൂർച്ചയുള്ള വാളുകളായി രൂപപ്പെടുത്തിയ വാള് പോലെയാക്കി. മൂർച്ച ഉള്ള വാള് എന്തിനു പറ്റിയാണ്? നല്ലത് ചെയ്യാനും പറയാനും വേണ്ടിയാണ് മൂർച്ച. മറ്റുള്ളവരെ അറക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് മൂർച്ചയുള്ള നമ്മുടെ നാവ്. നടപടി പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സാവൂളിനെ പറ്റി പറയുക. ആരാ സാവൂൾ എന്നറിയാവോ? സാവൂള് സഭയെ പീഡിപ്പിച്ച ആളാണ്. താർസസുകാരനാണ്. ഒറിജിനലായിട്ട് താർസസ് എന്ന് പറയുന്ന സ്ഥലത്ത് പഴനിമ ഗ്രന്ഥങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് ഗമാലിയലിന്റെ കീഴിൽ പഠിച്ച ആളാണ്. പണ്ഡിതനായിരുന്നു. അപ്പോൾ യഹൂദ മതത്തിന് ചേരാത്ത ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരെയൊക്കെ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. അവരെ എങ്ങനെ പീഡിപ്പിക്കാമെന്ന് കണക്കൂട്ടി ജീവിച്ചിരുന്ന വ്യക്തി. അതുകൊണ്ടാണ് അധികാരപത്രങ്ങളുമായിട്ട് ഡമാസ്കസിൽ യഹൂദന്മാർ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. അവരെ മര്യാദ പഠിപ്പിക്കണം, അവരെ ചോദിക്കണം, അവരുടെ പേര് നടപടി നടത്തണം. അതിനു വേണ്ടിയിട്ട് പടയാളികളുമായിട്ട് കുതിരപ്പുറത്ത് പോയതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആകാശത്ത് മിന്നൊളി അവൻ്റെ മേൽ പതിച്ചു.
ആകാശത്തും വിണ്ണൊലി അവന്റെ മേൽ പതിച്ചു. സൗള് കുതിരപ്പുറത്തുനിന്നും താഴെ വീണു. കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. നടക്കണമെങ്കിൽ ആരെങ്കിലും കയ്യെ പിടിക്കണം. പീഡിപ്പിക്കാനായിട്ട് ശക്തിയോടുകൂടി പോയ സൗള് കർത്താവിന്റെ ദർശനം ഉണ്ടായപ്പോഴ് തന്റെ കഴിവുകളെല്ലാം ചോർന്നു പോയി. കാഴ്ചശക്തി പോലും പോയി. മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് നടത്തേണ്ടതായിട്ട് വന്നു. അതാണ് നടപടി പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ സൗള് ചോദിക്കുന്നു, അങ്ങ് ആരാണെന്ന് ചോദിക്കുന്നു. അങ്ങ് ആരാണ്? അതാണ് സൗള് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി അശരീരവാക്യം സൗള് കേൾക്കുകയാണ്. നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. അത് കഴിഞ്ഞ് ദമാസ്കസിൽ ചെന്നു. അപ്പൊ അവർക്കെല്ലാം പേടിയായിരുന്നു. ഇങ്ങനെ ഒരുത്തം പുറപ്പെട്ടിട്ടുണ്ടെന്ന് അവരൊക്കെ കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളെല്ലാം പേടിച്ചിരിക്കുക. എപ്പോഴാ പിടിച്ചുകൊണ്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് കുറച്ച് ആളുകളെയൊക്കെ കൂട്ടിയാണ് ചെന്നിരിക്കുന്നത്. അങ്ങനെ പേടിച്ചിരുന്ന അവസരത്തിൽ അപ്പോൾ മനസ്സാന്തരപ്പെട്ട സാവുളിനെയാണ് അവർ കാണുന്നത്. എന്നാലും അടുത്തെടുക്കാൻ പേടിയാണ്. ഇത് നേരാണോ തട്ടിപ്പാണോ അറിയത്തില്ല. ഏതായാലും അനനിയാസ് എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യമുള്ള വ്യക്തി, പിന്നീട് നമ്മൾ വേറെ കാണുന്നില്ല അനനിയാസിനെ പറ്റി. അദ്ദേഹം സാവുളിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കാഴ്ച കിട്ടി എന്നാണ് നടപടി പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ അവിടെ കുറെ വർഷങ്ങൾ അവിടെ നിന്നും പോയി. അപ്പോൾ യഹൂദന്മാർ തീരുമാനിച്ചു പുറത്തിറങ്ങുമ്പോൾ കൊല്ലണം. സൗളിനെ വെറുതെ വിടാൻ പാടില്ല, പുറത്തിറങ്ങുമ്പോൾ കൊല്ലണം. അതിന് കാവൽക്കാരെയൊക്കെ നിർത്തി. അതുകൊണ്ടൊരു പലകാരക്കോട്ടയിൽ ഈ കോട്ടയുടെ വേറൊരു ഭാഗത്തു നിന്നും താഴേക്ക് ഇറക്കി. അങ്ങനെ സൗൾ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. കൊല്ലപ്പെടാതെ രക്ഷപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റി, ക്രൈസ്തവ വിശ്വാസത്തെ പറ്റി വർഷങ്ങളിൽ പഠനം നടത്തി. അതിനുശേഷമാണ് വചനപ്രഘോഷണവുമായിട്ട് ലോകത്ത് കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ പ്രേക്ഷിതനായ സൗൾ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ വചനത്തില് യോഹന്നാൻ പറയാ പത്രോസിനോട്, കർത്താവാണ്. കർത്താവ് പറഞ്ഞ പോലെ അവർ ചെയ്തു. അപ്പോൾ അവർക്ക് വനം നിറയെ മത്സ്യങ്ങൾ കിട്ടി. നമ്മുടെ ജീവിതവും പ്രവർത്തനമൊക്കെ എൻ്റെ കഴിവുകൊണ്ടാണെന്ന് വിചാരിക്കാതെ ദൈവത്തോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ വഴി നടത്താനും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ വിവിധ സാഹചര്യങ്ങളിൽ പരിതോവസ്ഥകളിലൊക്കെ ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ സാമർഥ്യം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, യേശു ജീവിക്കുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട് യേശു വന്ന് അപ്പമെടുത്തവർക്ക് കൊടുത്തപ്പോൾ മത്സ്യമവർക്ക് കൊടുക്കുകയാണ്. അപ്പമെടുത്ത് ആശീർവദിച്ച് നൽകിയപ്പോൾ അന്ത്യത്താഴത്തിൻ്റെ സ്മരണ, യേശുവിൻ്റെ സ്മരണ അവർക്കുണ്ടായി. ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ അവിടുത്തെ പ്രസഹായി നമ്മൾ അനുസ്മരിക്കുകയും ആചരിക്കുകയുമാണ് ചെയ്യുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.